ഫ്രണ്ട്സ്, നമ്മൾ വിയറ്റ്നാമും കംബോഡിയയും വിസിറ്റ് ചെയ്യാനായിട്ട് കൊച്ചി എയർപോർട്ടിൽ നിന്ന് കയറിയിട്ട് കണക്റ്റഡ് ഫ്ലൈറ്റാണ് ചൂസ് ചെയ്തത്, സിംഗപ്പൂർ വഴിയുള്ള. അപ്പോൾ സിംഗപ്പൂർ ചാങ്കി എയർപോർട്ട് വഴി ട്രാൻസിറ്റ് വഴി ഇപ്പോൾ വിയറ്റ്നാമിൻ്റെ ക്യാപിറ്റലായ ഹാനായ് സിറ്റി ഉണ്ട്. ഹാനായ് സിറ്റിയിലുള്ള നോയി ബായി ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ എത്തിയിരിക്കുകയാണ്. ഇത് നോയി ബായി ഇൻ്റർനാഷണൽ എയർപോർട്ടാണ്. പ്രശസ്തമായ അട്രാക്ഷൻ ആണ് ഹാലോങ് ബേ എന്നാണ് ഇതിനെ പറയുന്നത്. ഹാലോങ് ബേ. ഈ ഹാലോങ് ബേ എന്ന് പറഞ്ഞാൽ സൗത്ത് ചൈന കടലുമായിട്ട് കണക്റ്റഡ് ആണ് ഈ ഹാലോങ് ബേ, ഹാലോങ് ഉൾക്കടലിന്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേക അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ഇവിടെ കണ്ട ധാരാളം ക്രൂസുകൾ കണ്ടോ. അപ്പോൾ ഈ ക്രൂസിനകത്ത് നമ്മൾ ടിക്കറ്റ് എടുത്ത് കയറി ഇതിനകത്ത് ഒരു ദിവസം നമ്മൾ താമസിച്ചിട്ട് അങ്ങനെ ഒരു പാക്കേജാണ് എടുക്കുന്നത്. ഒരു ദിവസം ഇതിനകത്ത് താമസിച്ച് ഇത് എക്സ്പ്ലോർ ചെയ്യാണ്. അപ്പോൾ ഈ ബേ എന്ന് പറഞ്ഞാൽ കുറച്ച് ഈ ബേ പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ 1969, അതായത് 2000-ൻ്റെ അടുത്ത് നാച്ചുറലി ഒക്കേഡ് ആയത് കാലങ്ങൾ കൊണ്ട് സംഭവിച്ച ലൈം സ്റ്റോൺ ഐലൻഡുകളുണ്ട്. ചെറിയ ഐലൻഡുകളും വലുതുമുണ്ട്. ലൈം സ്റ്റോൺ കൊണ്ടാണ് അത് ഉണ്ടാക്കിയിരിക്കുന്നത്. അതിനെ കാസ്റ്റ് എന്നാണ് പറയുക. കാസ്റ്റുകൾ ഒരു വർഷങ്ങൾ കൊണ്ട് എവല്യൂഷൻ്റെ ഭാഗമായിട്ട് ഇത് രൂപപ്പെട്ടതാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതൊരു ഭയങ്കര എക്സ്പീരിയൻസ് ആണ്. ബിക്കോസ് ഈ ഒന്നാമത് ക്രൂസിൽ ഒരു ദിവസം താമസിച്ചിട്ട് ചെയ്യാം. പിന്നെ അതുമല്ല ഇത് ജോഗ്രഫിക്കലി ഇമ്പോർട്ടൻ്റ് ആയ സ്ഥലമാണല്ലോ. ഇത് ഒരു മനുഷ്യനുണ്ടാക്കിയതൊന്നുമില്ല, നാച്ചുറലി പ്രകൃതിയിൽ സംഭവിച്ച ഇത് ഐലൻഡ്സ് ആണ്. നാച്ചുറലി ഒക്കേഡ് ലൈം സ്റ്റോൺ കൊണ്ടുണ്ടായ പാറകളാണ്, ചെറുതും വലുതുമാണ്. അത് ഈ യുനെസ്കോ, അതായത് ഇതിൻ്റെ പുറകിലെ രസകരമായ കാര്യമുണ്ട്. അതായത് യുനെസ്കോ ഇത് ഹെറിറ്റേജ് സൈറ്റ് ഉൾപ്പെടുത്താൻ നേരത്തെ യുനെസ്കോ ഇതിൻ്റെ കണക്കെടുത്തായിരുന്നു. അങ്ങനെയാണ് അവരെണ്ണിയാണ് 1969 എണ്ണം ഉണ്ടെന്ന് കണ്ടുപിടിച്ചത്, അതായത് 2000-ൻ്റെ അടുത്ത്. അപ്പോൾ അത് മാത്രമല്ല, ഇവിടുത്തെ ഈ വിയറ്റ്നാമിൻ്റെ നേതാവാണ് ഹോച്ചിമിൻ. അതായത് വിയറ്റ്നാമിൻ്റെ സ്വതന്ത്ര വിയറ്റ്നാമിൻ്റെ ആദ്യത്തെ പ്രസിഡൻ്റാണ് ഹോച്ചിമിൻ. അപ്പോൾ ഈ ഹോച്ചിമിൻ മരിച്ച വർഷം എന്ന് പറഞ്ഞാൽ മരണപ്പെട്ട വർഷം 1969. ഈ 1969-ഉം ഈ ഐലൻഡിൻ്റെ എണ്ണവും തമ്മിൽ സെയിം ആണ്. അപ്പോൾ അതൊരു കോയിൻസിഡൻസ് ആയിട്ടാണ് ഇവർ വിയറ്റ്നാമിസ് ആൾക്കാർ വിശ്വസിക്കുന്നത്. നമ്മൾ ഈ ക്രൂസിലാണ് കയറാൻ പോകുന്നത്, ക്രൗൺ ലെജൻഡ് ക്രൂസിലെ റെസ്റ്റോറൻ്റ് ആണിത് കേട്ടോ. നമുക്കിപ്പോൾ ലഞ്ചിൻ്റെ ടൈമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള മെനു ആണിത്. ധാരാളം ഐറ്റംസ് ഉണ്ട് ഇതിനകത്ത്. ഹായ് ഫ്രണ്ട്സ്, ഇത് ക്രൂസിനുള്ളിലെ റൂംസ് ആണ് കേട്ടോ. ഇത് അപ്പറേപ്പറേയും ഓരോരോ റൂംസ് ആണ് ഫ്രണ്ട്സ്. ഇതാട്ടോ ക്രൂസിലെ ക്യാബിൻ. ഇതിൽ ഒരു ചെറിയ രണ്ടുപേർക്ക്, ഒരു കപ്പിൾസിന്, ഒരു കുട്ടിക്കൊക്കെ കിടക്കാൻ പറ്റിയ ബെഡ്, പിന്നെ അതുപോലെ TV സൗകര്യങ്ങളുണ്ട്. പിന്നെ ഇതുപോലെ തന്നെ കബോർഡ് ഉണ്ട്, പിന്നെ ഒരു ടേബിള്, സ്റ്റൂള്, ബാത്റൂമുണ്ട്. ചെറിയൊരു ബാൽക്കണി ഉണ്ട് കേട്ടോ. നമുക്ക് ബാൽക്കണി ഇരുന്നിട്ട് ഇതുപോലെ ഈ കാഴ്ചകൾ കാണാം. ഇതാണ് ഈ ഐലൻഡ്സ് എന്ന് പറഞ്ഞാൽ ലൈംസ്റ്റോൺ നാച്ചുറലി ഒക്കേഡ്, അതായത് വർഷങ്ങൾ കൊണ്ട് ഭൂമിശാസ്ത്രപരമായ ചേഞ്ചുകളിൽ സംഭവിച്ചാണ് ഈ ലൈംസ്റ്റോൺ പാറകളാണ്. അതാണ് ഐലൻഡ് എന്ന് പറയുന്നത്. ഓരോ ഫ്ലോറിലും ഇങ്ങനെ ഒരു കോമൺ ഏരിയ ഉണ്ട് കേട്ടോ. അപ്പം നമുക്കിവിടെ ഇരുന്നിട്ടും വേണേൽ ഇതുപോലെ തന്നെ ഇത് തന്നെ കാണാം. അപ്പം ഇവിടെ നിന്നാലും നല്ല വിസിബിളാണ് എല്ലാ കാര്യം, വളരെ ക്ലോസ് ആയിട്ട് വിസിബിളാണ്. ഇതാണ് ക്യാപ്റ്റൻ ഇരിക്കുന്ന റൂമാണ്. ഇത് ഏറ്റവും മേളിൽ ഓപ്പൺ ഡെക്കാണ്. ലോൺ കേവ് എന്ന് പറഞ്ഞൊരു കേവ് ഇപ്പോൾ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്താ വെച്ചാൽ ഈ ക്രൂസിൽ പോകാൻ പറ്റില്ല. അപ്പം അതുകൊണ്ട് നമുക്ക് ചെറിയ ബാംബു ബോട്ട്സ് ഉണ്ട്. അപ്പം അതായത് മെറ്റൽ വെച്ച് ഉണ്ടാക്കിയ, ബാക്കി അതിൻ്റെ ഇരിക്കുന്ന പാർട്സൊക്കെ ബാംബു ആണ്. അപ്പോൾ ബാംബു കൊണ്ടുണ്ടാക്കിയ ആ ബോട്ട്, അല്ലെങ്കിൽ കയാക്കിംഗ് ഉണ്ട്. നമുക്ക് കയാക്കിംഗ് ചെയ്ത് പോകാം അറിയാമെങ്കിൽ, അതിന് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ സ്വന്തമായിട്ട് തുഴഞ്ഞു പോകാം.
അപ്പം അതുമുണ്ട്. അപ്പം അങ്ങനെ ഓപ്ഷൻ ഉണ്ട്. നമ്മളിപ്പോൾ ആ ബാംബു ബോട്ടിലാണ് പോകാൻ പോകുന്നത്. അപ്പം അങ്ങനെ എന്നിട്ട് ആ കേവ്സിൽ പോകാൻ പോവാണ്. ഫ്രണ്ട്സ്, ഇതാണ് ബാംബു ബോട്ട്സ് കേട്ടോ. ഇതെല്ലാം ബാംബു ആണ്. കയാക്ക് ചെയ്ത് പോകും കേട്ടോ. സ്വന്തമായിട്ട് കയാക്ക് ചെയ്ത് പോകും. ഹായ് ഫ്രണ്ട്സ്, ഇത് ഹാലോങ് ബേയിലുള്ള ഒരു ഐലൻഡ് ആട്ടോ. ഇപ്പം ആ ഒരു ഐലൻഡിൽ എത്തിയിരിക്കുകയാണ്. ചെറിയ ബോട്ടിൽ കയറി ഒരു ഐലൻഡിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ ഈ ഐലൻഡിൻ്റെ പേരാണ് ടീ ടോപ്പ് ഐലൻഡ് എന്ന പേര്. ഈ ഐലൻഡിന് ടീ ടോപ്പ് ഐലൻഡ് എന്ന് പേര് വരാൻ കാര്യം, ഈ ടീ ടോപ്പ് എന്ന് പറഞ്ഞ ആൾ, ഈ സ്റ്റാച്ചു കാണുന്ന ആളെ ടീ ടോപ്പ്, ഇദ്ദേഹം റഷ്യൻ ആസ്ട്രോനോട്ടായിരുന്നു. സ്പേസിലൊക്കെ പോകുന്ന ആളാണ്. അദ്ദേഹം ഇവിടെ 1962 വിസിറ്റ് ചെയ്തപ്പോഴത്തേക്കും ഇവിടുത്തെ സമുന്നതനായ നമ്മുടെ മുൻ പ്രസിഡൻ്റായിരുന്ന ഹോച്ചിമിൻ ഇദ്ദേഹത്തിൻ്റെ പേര് ഈ ഐലൻഡിന് കൊടുക്കുകയുണ്ട്. അങ്ങനെയാണ് ഈ ഐലൻഡിന് ടീ ടോപ്പ് ഐലൻഡ് എന്ന് പേര് വന്നത്. അതുകൂടാതെ തന്നെ ഇങ്ങനൊരു സ്റ്റാച്ചു അദ്ദേഹത്തിൻ്റെ ഇവിടെ സ്ഥാപിക്കുകയും ചെയ്തു. ഫ്രണ്ട്സ്, നമുക്ക് ഈ റോക്ക്, വലിയ ഹൈറ്റിലുള്ള റോക്കിൻ്റെ മുകളിലോട്ട് കയറാം കേട്ടോ. അപ്പം അതിന് 428 സ്റ്റെപ്സ് ഉണ്ട്. ഞാൻ കയറുകയാണ്, നമുക്ക് കയറാൻ പോവുകയാണ്. അതിൻ്റെ ടോപ്പിൽ കയറി. അപ്പോൾ ആ ടോപ്പിൽ നിന്നുള്ള വ്യൂ ആണ് കേട്ടോ. ഫ്രണ്ട്സ്, സ്റ്റെപ്പ് ഇറങ്ങുകയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ വളരെ നാരമാണല്ലോ, അപ്പോൾ അതുകൊണ്ട് ഒരു സൈഡിൽ കൂടി കയറി ഒരു സൈഡിൽ കൂടി ഇറങ്ങുവാണ്. സ്റ്റെപ്പ് ഇറങ്ങി പിന്നെ ഇവിടെ ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്. അപ്പം അതിൻ്റെ റൂഫിൽ നിന്നുള്ള വ്യൂ ആണ് ഇത് കേട്ടോ. വിയറ്റ്നാമിൻ്റെ ബോർഡർ കൺട്രീസാണ് ചൈന, ലാവോസ്, കംബോഡിയ. വലിയ ലേക്കാണ്. അപ്പോൾ ഈ ലേക്കിൻ്റെ ഉള്ളിൽ കൂടി ഉള്ള കേവ്സ്, പാറയുടെ കേവ്സിനുള്ളിൽ കൂടി ബോട്ടിൽ കൂടി ഇങ്ങനെ യാത്രയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിനാണ് ബോട്ട് കേവ്സ് എന്ന് പറയുന്നത്. ഫ്രണ്ട്സ്, ഇത് വിയറ്റ്നാമിലെ ഹാനോയ് സിറ്റിയിലെ പ്രശസ്തമായ ട്രെയിൻ സ്ട്രീറ്റ് ആണ്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത വെച്ചാൽ ഇവിടെ സൈഡിലൊക്കെ ഷോപ്സ് ആണ് കേട്ടോ. ചെറിയ ടീ ഷോപ്സ് ആണ്. അപ്പോൾ ഇവിടെ ഇരിക്കുന്നവർ ആ ഷോപ്സിനുള്ളിലല്ല സെർവ് ചെയ്യുന്നത്, പുറത്താണ്. അപ്പോൾ ട്രെയിൻ വരുമ്പോഴത്തേക്ക് ഇവരൊക്കെ മാറും. അതാണ് ഈ ഷോപ്പിൻ്റെ ഒരു പ്രത്യേകത കേട്ടോ. ഫ്രണ്ട്സ്, ട്രെയിൻ വരുന്നുണ്ട് കേട്ടോ.
റിക്ഷ കേട്ടോ. ഇതിൽ നമ്മുടെ നാട്ടിലുള്ള റിക്ഷയിലാണെങ്കിൽ ട്രാവലർ ബാക്കിലും ഡ്രൈവർ ഫ്രണ്ടിലും, പക്ഷെ ഇതിൽ നമ്മൾ ട്രാവലർ ഫ്രണ്ടിലിരിക്കും, ഡ്രൈവർ ബാക്കിലിരിക്കും. ഇതിൻ്റെ മേലിപ്പോൾ ഇവിടെ മഴ കാരണം റൂഫ് സെറ്റപ്പ് ഉണ്ട്, പക്ഷെ റൂഫ് ഇല്ലാത്തതുകൊണ്ട് കേട്ടോ. ഫ്രണ്ട്സ്, ഇത് പ്രശസ്തമായ സൺസോട്ട് കേവ്സ് ഉള്ള ഐലൻഡാണ്. ഈ ഐലൻഡിൻ്റെ പേര് ബോൺഹോൺ ഐലൻഡ് എന്നാണ് ഇതിൻ്റെ പേര് കേട്ടോ. ഈ കേവ്സ് ഫ്രഞ്ചുകാർ ഇവിടെ 100 വർഷം ആധിപത്യം സ്ഥാപിച്ചവരാണ്. അവരുടെ ഫ്രഞ്ച് സയൻറ്റിസ്റ്റാണ് ഇതിനകത്തൊരു ബ്യൂട്ടിഫുള്ളായ കേവ്സ് ഉണ്ടെന്ന് കണ്ടുപിടിച്ചത്. എന്താണ്, കേവിലോട്ട് ആളുകൾ കയറിക്കൊണ്ടിരിക്കുകയാണ്. പ്രകൃതി ഒരുക്കിയ സൗന്ദര്യത്തിനോട് കിടപിടിക്കാൻ മനുഷ്യൻ ഉണ്ടാക്കി ഒന്നിനും സാധിക്കില്ല എന്ന് നമുക്ക് ബോധ്യം വരുന്ന സ്ട്രക്ചറാണ് കേട്ടോ. ജോഗ്രാഫിക്കൽ സ്ട്രക്ചറാണിത്. അത്ര അമേസിംഗ് ആണ്. അതിൻ്റെ ഏറ്റവും ടോപ്പിൽ കയറി ടോപ്പിൽ നിന്നുള്ള വ്യൂ ആണ്. ഇവിടെ നിന്ന് നമ്മൾ ഇറങ്ങുവാണ്. എങ്ങനെ ഇറങ്ങുമ്പോൾ ഉള്ള വ്യൂ ആണ്. ഇറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഇറങ്ങിക്കഴിയുമ്പോൾ ഇവിടെ ഒരു ചെറിയൊരു പാലം പോലെ കെട്ടിയിട്ട് പാലത്തിലൂടെ പിന്നെ നമ്മൾ ബോട്ടിൽ കയറി നമ്മൾ ക്രൂസിൽ നിന്ന് ഇങ്ങനെ ചെറിയ ബോട്ടിൽ കയറിയാണ് വന്നത്. ക്രൂസ് ഇവിടെ അടുക്കത്തില്ല. അപ്പോൾ ചെറിയ ബോട്ടിൽ കയറി തിരികെ ക്രൂസിലോട്ട് തന്നെ പോകുവാണ്. ഫ്രണ്ട്സ്, ഈ വലിയ പാറയുടെ ഉള്ളിലാട്ടോ ഈ കേവ്സ് ഉള്ളത്. നമ്മൾ അതിൻ്റെ മുകളിലേക്കാണ് കയറി ഇറങ്ങിയത്. എല്ലാ റോക്കിനിടയിലും കേവ്സൊക്കെ ഉണ്ടാവും, പക്ഷെ ഇതിനകത്തുള്ളതാണ് ഭയങ്കര ഭംഗിയുള്ള കേവ്സ്. അതാണ് ഇതിന് ഇത്ര ഇമ്പോർട്ടൻസ് ഉള്ളത്. ഫ്രഞ്ചുകാർ ഇവിടെ ഏകദേശം 100 വർഷം ആധിപത്യം സ്ഥാപിച്ചിരുന്നു. പക്ഷെ അവർ ഒത്തിരി നല്ല കാര്യങ്ങൾ ഇപ്പോൾ പറഞ്ഞില്ലേ, ഈ കേവ്സ് ഒക്കെ എക്സ്പ്ലോർ ചെയ്ത് അല്ലെങ്കിൽ ഈ കേവ്സ് ഒക്കെ എക്സ്പ്ലോർ ചെയ്ത് കണ്ടുപിടിച്ച അവരുടെ സയൻറ്റിസ്റ്റുകളാണ്. അപ്പം അതുപോലെ ഫ്രഞ്ചുകാർ വന്നെങ്കിൽ ഒത്തിരി നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഈ നമ്മൾ ഈ വിദേശ രാജ്യങ്ങളിൽ നുഴഞ്ഞു കയറിയതിനെ കുറിച്ചൊക്കെ കുറ്റം പറയും. അതായത് ഫ്രഞ്ചുകാർ ഇൻവേഡ് ചെയ്തതിനെ കുറ്റം പറയും. പക്ഷെ അവർ വന്നുകൊണ്ടാണ് അവരിതൊക്കെ കണ്ടുപിടിക്കുകയും അവരൊത്തിരി ഇവിടെ യൂണിവേഴ്സിറ്റികൾ സ്കൂളുകളൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട്. അപ്പം പിന്നീട് അവരിവിടെ ആധിപത്യം സ്ഥാപിച്ച് ഇവർ അടിമകൾ പോലെ ആയപ്പോഴാണ് ഇവർക്കത് ബോധ്യം വന്ന് സമരം ചെയ്യുകയും അവർ ഓടിക്കുകയും ചെയ്തത്. അപ്പം അതുകൊണ്ട് പക്ഷെ ഇപ്പം ഇവർ അതൊക്കെ കാരണം കൊണ്ടാണ് ഈ രാജ്യം ഇത്രയും സാമ്പത്തികമായിട്ട് ഉയർന്നത് കേട്ടോ. ഇവർ ടൂറിസം കൊണ്ടാണ് ഇവർ ജീവിക്കുന്ന രാജ്യങ്ങളിൽപ്പെട്ട ഒരു രാജ്യമാണ് വിയറ്റ്നാം. ഇവർ ഭയങ്കര ഹാർഡ് വർക്കിംഗ്. അതാണ് ഇവർ ഫാമിംഗ് ഒക്കെ എല്ലാ ഫാമിംഗ് കൊണ്ട് കോഫി എക്സ്പോർട്ടറാണല്ലോ ഇവർ. വേൾഡിലെ 2nd എക്സ്പോർട്ടറാണ് കോഫിയിൽ. അടുത്തത് ഈ വിയറ്റ്നാമിലെ തന്നെ പ്രശസ്തമായ ഒരു സിറ്റിയാണ് ഡാനാങ് എന്ന് പറയും. ഈ ഡാനാങ്കിൽ അവിടെ ഒത്തിരി കാഴ്ചകളുണ്ട്. അപ്പോൾ ഈ ഡാനാങ് വിസിറ്റ് ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഈ നമ്മൾ ഇവിടുന്ന് ഇപ്പോൾ ഹാലോങ് ബേ ആണല്ലോ, ഹാലോങ് ബേയിൽ നിന്ന് 900 കിലോമീറ്ററോളം ഉണ്ട്. അപ്പോൾ അത്രയും നമുക്ക് എത്തണമെങ്കിൽ ഒത്തിരി സമയം എടുക്കും. അതുകൊണ്ട് നമ്മൾ ഡൊമസ്റ്റിക് ഫ്ലൈറ്റ് വഴിയാണ് പോകുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ വന്നിറങ്ങിയ എയർപോർട്ടുണ്ട്. അതായത് വിയറ്റ്നാമിൻ്റെ ക്യാപിറ്റലായ ഹാനായ് സിറ്റിയിൽ വന്നിറങ്ങിയ എയർപോർട്ടാണ് ഇത് നോയി ബായ് എയർപോർട്ട്, ഇൻ്റർനാഷണൽ എയർപോർട്ട്. അപ്പോൾ ആ എയർപോർട്ട് വഴി തന്നെ നമ്മളിപ്പോൾ പോകാനായിട്ട് ഇവിടെ എയർപോർട്ടിൽ എത്തിയിരിക്കുകയാണ്. അതിൻ്റെ ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞു.
ഹായ് ഫ്രണ്ട്സ്, ഇതാണ് വിയറ്റ്നാമിലെ ഡാനാങ് സിറ്റിയിലെ ബെന ഹിൽസ് കേട്ടോ. ഇവിടെ എന്ന് വെച്ചാൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇത് 100 വർഷം മുമ്പ് ഫ്രഞ്ചുകാരിവിടെ ഈ ഡാനാങ് സിറ്റിയിലാണ് ഫ്രഞ്ചിൻ്റെ കൂടുതൽ ഇവരിവിടെ താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഇവരുടെ ബിൽഡിങ്സ് ഇവിടെ കോളനി സ്ഥാപിച്ചു. വിയറ്റ്നാമിൽ ഓൾ ഓവർ വിയറ്റ്നാം സ്ഥാപിച്ചെങ്കിലും ഇവിടെ കൂടുതൽ അവർ സെറ്റ് ചെയ്തിരുന്നു. കാരണം ഇവിടെ പോർട്ടും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇവർക്ക് ട്രേഡിംഗ് ഒക്കെ നടത്താനുള്ള സൗകര്യത്തിന് ഇവരിവിടെ സ്റ്റേ ചെയ്യുകയും അതിനനുസരിച്ച് ഇവർ ബനാനകൾ ഒത്തിരി നട്ടുവെന്നാണ് പറയുന്നത്. അങ്ങനെ ഇത് ബനാന ഹിൽസ് എന്നറിയപ്പെട്ടിരുന്നു. പിന്നീട് അവർ പോയ ശേഷം ഇത് ആ പേര് ഒന്നുകൂടി ചുരുക്കി ബെന ഹിൽസ് എന്നറിയപ്പെട്ടു. അപ്പം നമ്മളിവിടെ വന്നിട്ട് ഇവിടെ എന്ന് വെച്ചാൽ ഇവിടെ ഈ ഹിൽസിൻ്റെ മേളിൽ കയറാൻ കേബിൾ കാർ ഉണ്ട് കേട്ടോ. നമ്മൾ ടിക്കറ്റ് എടുത്ത് കേബിൾ കാർ കയറിയിട്ട് അവിടെ കുറച്ച് കാണാനുണ്ട്. അതിന് പോകുവാണ് ഫ്രണ്ട്സ്. നമ്മൾ കേബിൾ കാർ കയറിയാട്ടോ ഇത് ഈ ഹിൽസിൻ്റെ ടോപ്പിൽ വന്നിരിക്കുന്നു. ടോപ്പിലൊരു മെയിൻ അട്രാക്ഷനായിട്ട് ഈ ഗോൾഡൻ ബ്രിഡ്ജ് ഉണ്ട്. ഈ ഗോൾഡൻ ബ്രിഡ്ജാണിത്. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ 2 കൈപ്പത്തിക്കുള്ളിൽ ഈ ബ്രിഡ്ജ് ആ രീതിയിലാണ് ഇത് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. ഈ ഗോൾഡൻ ബ്രിഡ്ജിൻ്റെ അടുത്ത് തന്നെ ഒരു ബ്യൂട്ടിഫുൾ ഫ്ലവർ ഗാർഡൻ ഉണ്ട് കേട്ടോ. അതാണ് ഈ കാണുന്നത്. ഹായ് ഫ്രണ്ട്സ്, ഇവിടെ ബുദ്ധൻ്റെ ഒരു ഹ്യൂജ് സ്റ്റാച്ചു ഉണ്ട് കേട്ടോ. അത് റിയലി അമേസിങ് എന്ന് പറഞ്ഞു. അത്ര സൈസാണ്. നമ്മളിപ്പോൾ ഒത്തിരി സ്റ്റെപ്സ് താഴോട്ട് ഇവിടെ ഇറങ്ങി വന്നിട്ട് താഴെയുള്ള ലെവലിൽ നിന്നാണ് ഈ വീഡിയോ ചെയ്യുന്നത്. നമുക്ക് ഒരു 100 ഐറ്റംസ് ഉള്ള ലഞ്ച് ഇവിടെ ഒരുക്കിയിരുന്നു കേട്ടോ ഈ ഹിൽസിൻ്റെ മുകളിലുള്ള റെസ്റ്റോറൻറ്റിൽ. ഹലോ ഫ്രണ്ട്സ്, ഇത് ഫ്രഞ്ചുകാർ ഈ വിയറ്റ്നാമിൽ 100 വർഷം ഇവരുടെ കൊളോണിയൽ ഭരണമായിരുന്നു. അപ്പോൾ അവരിവിടെ അവർക്ക് താമസിക്കാനും അവരുടെ സൗകര്യത്തിന് പല സെറ്റിൽമെൻറ്റും ഉണ്ടാക്കിയിട്ടുണ്ട്. അതിലൊരെണ്ണമാണ് ഈ ഹില്ലിൻ്റെ മുകളിൽ കാണുന്ന സെറ്റിൽമെൻറ്റ്. ഇത് കാണുമ്പോൾ തന്നെ നമ്മൾക്ക് മനസ്സിലാവും അവരെത്രത്തോളം ഇവിടെ വന്ന് സെറ്റിൽ ചെയ്തു എന്നുള്ളത്. അവർക്ക് താമസിക്കാനുള്ള വീടുകൾ, ഇതുപോലെയുള്ള എന്താ പറയുക പള്ളികൾ, അതുപോലെ ഈവൻ ബിയർ ഫാക്ടറി വരെ ഇവിടെയുണ്ട്. അപ്പോൾ അത് അവരെത്രത്തോളം ഇതിൽ എസ്റ്റാബ്ലിഷായി ഓരോ രാജ്യങ്ങളിൽ ചെന്ന് അവരുടെ ഒരു കഴിവ് മനസ്സിലാക്കാനായിട്ട് നമുക്കിത് ഉപകരിക്കും. അവർ ഇത്രത്തോളം ഞാൻ ഇതുവരെ കണ്ടിരിക്കുന്നതിൽ വെച്ചിട്ട് ഇങ്ങനെ ഇത്രയും വലിയൊരു സെറ്റിൽമെൻറ്റ് കണ്ടിട്ടില്ല കേട്ടോ. ഫ്രഞ്ചുകാർ വേറെ മറ്റ് രാജ്യങ്ങളിൽ വെച്ച് നിന്ന് കോളനി പിന്നെ ഇത്ര എസ്റ്റാബ്ലിഷായി ഇവിടെ നിന്ന് ഓടിക്കാൻ വേണ്ടി ഇവർ നടത്തിയ സമരം, ഈ യുദ്ധം നടത്താതെ ഇവർക്ക് ഒരിക്കലും പറ്റില്ല. കാരണം അത്രമാത്രം ഇവരിവിടെ ഉറച്ചു പോയിരുന്നു. ഇത് ഒരു വീഡിയോയിലൊന്നും കവർ ചെയ്യാൻ പറ്റില്ല. അത്ര ഏക്കറിൽ ഇത്രമാത്രം ബിൽഡിങ്സാണ്. അപ്പോൾ അവരുടെ ആ സ്റ്റൈല് കണ്ട് ആർക്കിടെക്ചറിൻ്റെ സ്റ്റൈല് നമുക്ക് മനസ്സിലാവും. ഈ പാരീസിൽ ചെന്നാലും ഒരു ഡിഫറൻറ്റ് ആർക്കിടെക്ചറാണ്. അപ്പോൾ അതുപോലെ തന്നെ അവരുടെ സ്റ്റൈൽ ഓഫ് ആർക്കിടെക്ചറാണ്, ഫ്രഞ്ച് സ്റ്റൈൽ ഓഫ് ആർക്കിടെക്ചർ. ഫ്രഞ്ചുകാർ ഉപയോഗിച്ചിരുന്ന ബിയർ ഫാക്ടറി കേട്ടോ. അവർ ബിയർ ഉണ്ടാക്കി കുടിക്കാനായിട്ട് ഇവിടെ ബിയർ ഫാക്ടറി വരെ നിർമ്മിച്ചിരുന്നു. അപ്പോൾ അത് ഇപ്പോൾ ഫ്രഞ്ചുകാർ ഇവർ വിയറ്റ്നാംകാരത് ടൂറിസ്റ്റ് അട്രാക്ഷനായിട്ട് പല ഭാഗങ്ങളും കുറേയൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് അവരതൊരു ടൂറിസ്റ്റ് സ്പോട്ടാക്കി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ബിയർ ഫാക്ടറി തന്നെയാണ് ഇത്. ബിയർ ഉണ്ടാക്കുന്നുണ്ട് ഇവിടെ, ബിയർ ഫാക്ടറി തന്നെയാണ്. അപ്പം നമുക്ക് മനസ്സിലാവും ഇവർ എത്രത്തോളം ഈ ഫ്രഞ്ചുകാരുടെ നമ്മൾ ഇത്രയും ഒരു സെറ്റിൽമെൻറ്റ് വേറെ സ്ഥലത്ത് കണ്ടിട്ടില്ല, ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ ഫ്രഞ്ചുകാരെങ്ങനെയാണ് ഓരോ രാജ്യങ്ങളിൽ വന്നിട്ട് അവർ ആധിപത്യം സ്ഥാപിച്ച് ട്രേഡിങ് നടത്തി ഹായ്
ഫ്രണ്ട്സ്, നമ്മളിന്ന് ഡാനാങ് സിറ്റിയിൽ ഒരു ടൂറൊക്കെ ഒരുവിധം കഴിഞ്ഞു. ഇനി അത് നമ്മൾ ഹോച്ചിമിൻ സിറ്റിയിലോട്ട് പോകാം. ഹോച്ചിമിൻ സിറ്റി എന്ന് പറഞ്ഞാൽ പണ്ടത്തെ സെയ്ഗൺ എന്ന് പറഞ്ഞ സിറ്റിയാണ്. അതിന് സെയ്ഗൺ എന്നുള്ള പേര് ഫ്രഞ്ചുകാരിട്ടാണ്. അപ്പോൾ അതിനുശേഷം ഫ്രഞ്ചുകാർ പോയ ശേഷം ഹോച്ചിമിൻ, അതായത് വിയറ്റ്നാമിൻ്റെ മുൻ പ്രസിഡൻറ്റിൻ്റെ പേരിട്ടു, സെയ്ഗൺ എന്നുള്ള പേര് മാറ്റിയിട്ട്. നമ്മൾ ഹോച്ചിമിൻ സിറ്റി വിസിറ്റ് ചെയ്യാൻ പോകണം. അവിടെ കുറേ കാണാനുണ്ട്, ടണൽസ്, തുരങ്കങ്ങൾ. അവിടെയാണ് പ്രധാന യുദ്ധങ്ങൾ, അതായത് വിയറ്റ്നാംകാരൊക്കെ നടന്നതിൻ്റെ സ്പോട്ടാണ്. അവിടെ വെച്ചാണ് ഈ വിയറ്റ്നാം വാറിൽ നോർത്ത് വിയറ്റ്നാം സൗത്ത് വിയറ്റ്നാമിനെ തോൽപ്പിക്കുന്നത് ഈ ഹോച്ചിമിൻ സിറ്റിയിൽ വെച്ചിട്ടാണ്. ഇത് പഴയ സെയ്ഗൺ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ വാർ മ്യൂസിയം ഉണ്ട്. ഈ സെയ്ഗൺ എന്ന് പറഞ്ഞാൽ സൗത്ത് വിയറ്റ്നാമാണല്ലോ. അപ്പോൾ അമേരിക്കക്കാർ ഇവിടെ വന്ന് അവരും ചൈന സപ്പോർട്ട് ചെയ്ത നോർത്ത് വിയറ്റ്നാമും തമ്മിലാണ് യുദ്ധം നടന്നത്. അപ്പോൾ അതുകൊണ്ട് ഒത്തിരി അമേരിക്കക്കാരും മരിച്ചു പോയിട്ടുണ്ട്. അവിടെ വാർ മ്യൂസിയം കാണാനുണ്ട്. അപ്പോൾ നാളെ നമ്മൾ സെയ്ഗണിലോട്ട് പോകാം, അതായത് ഹോച്ചിമിൻ സിറ്റിയിലോട്ട് പോവാണ്. അപ്പോൾ അത് നമ്മൾ ഒത്തിരി ഡിസ്റ്റൻസ് ഉള്ളതുകൊണ്ട് ഡൊമസ്റ്റിക് ഫ്ലൈറ്റ് വഴി ഈ ഡാനാങ് എയർപോർട്ടിൽ നിന്ന് ഈ ഹോച്ചിമിൻ സിറ്റിയിലോട്ട് ഡൊമസ്റ്റിക് ഫ്ലൈറ്റ് വഴിയാണ് പോകുന്നത്. ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് നൈറ്റിൽ ഡാനാങ് സിറ്റി തന്നെ ഒരു ക്രൂസിലെ ഡിന്നർ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇന്ന് 9 മണിക്കാണ് ആ ഡ്രാഗൺ ബ്രീത്ത് ചെയ്യുന്നത്. ഫയർ ബ്രീത്ത് ചെയ്യാന്നാണ് പറയുക. തുപ്പുക എന്നല്ല, ബ്രീത്ത് ചെയ്യുക എന്നാണ് പറയുന്നത്. അപ്പോൾ അത് നമ്മളിപ്പോൾ 9 മണിക്ക് ഈ ഡിന്നർ കഴിച്ചു കഴിഞ്ഞാൽ അത് കാണാൻ പോവാണ്. ഇത് ഒരു ബോട്ട് ക്രൂസ് എന്നൊക്കെ പറയും കേട്ടോ. വലിയ ഷിപ്പല്ല, നമ്മൾ നേരത്തെ കയറിയ പോലത്തെ ഒരു വലിയ ഷിപ്പല്ല. Blöder Kackdrache. Ey, du blöder Kackdrache. Hallo, Charlie. Ey, du blöder Kackdrache. Ey, du blöder Kackdrache. Ey, du blöder Kackdrache. Charlie, Bello. Ey, du blöder Kackdrache. Ey, du blöder. Sag jetzt mal auf Deutsch. വിയറ്റ്നാമിലെ നൂഡിൽസ് സൂപ്പ് ഭയങ്കര പ്രശസ്തമാണ്, ഭയങ്കര ടേസ്റ്റിയാണ്. അത് നൈറ്റ് ലൈഫൊക്കെ ഇവിടെ ഭയങ്കര ആക്റ്റീവാണ് ഈ ടൂറിസത്തിൻ്റെ ഭാഗമായിട്ട്. അപ്പോൾ ഇത് തായ്ലൻഡിൽ ഇതുപോലെ വാക്കിംഗ് സ്ട്രീറ്റ് ഉണ്ട്, നൈറ്റ് ക്ലബ്ബുകളും ധാരാളം നൈറ്റ് ക്ലബ്ബ് ഉണ്ട്. അപ്പോൾ ആളുകൾ പോയിട്ട് അവിടെ ഇരുന്ന് അവരുടെ ഫുഡ് ലിക്കറൊക്കെ യൂസ് ചെയ്യും. അപ്പോൾ അവർക്ക് ഇതുപോലെ ഡാൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഹായ് ഫ്രണ്ട്സ്, ഇതുപോലെ ഓരോരുത്തരുടെ ഈ പാഡി ഫീൽഡ്, അതായത് വയലിനകത്ത് അവരുടെ വീട്ടിൽ ആരെങ്കിലും മരിക്കുമ്പോൾ ഇത് കണ്ടോ, അവരുടെ കല്ലറ, ആ വീട്ടിൽ ഇത് കല്ലറയാണ്. അപ്പോൾ ആ വയലിനകത്ത് ഈ കല്ലറ സ്ഥാപിക്കും. അപ്പോൾ അങ്ങനെ ഒരു വേറെ രാജ്യങ്ങളിൽ കാണാത്ത ഒരു ഇതുണ്ട് കേട്ടോ. ഈ നെൽവയലിനുള്ളിൽ ഇവിടെ ധാരാളം കല്ലറകൾ കാണാം. അപ്പോൾ അത് ഇവരുടെ ഫാമിലിയിൽ, അതിൻ്റെ ഉടമസ്ഥരുടെ ഫാമിലിയിൽ ആൾക്കാർ മരിക്കുമ്പോൾ ഇത് ഇവിടെ അടക്കുന്നതാണ്. ഇത് വിയറ്റ്നാമിലെ ഒരു ഐലൻഡാണ് കേട്ടോ. നമ്മൾ ബോട്ടിൽ വന്നിട്ടാണ് ഈ ഐലൻഡിൽ വന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിൻ്റെ പേര് മൈത്തോ വില്ലേജ് എന്നും പറയും. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിനോടൊരു റിവറുണ്ട് ഇതിനോടടുത്ത്. അപ്പോൾ ആ റിവറിൻ്റെ പേരാണ് മീക്കോങ് റിവർ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ആ ഇതിനോട് അടുത്തുള്ള ഡെൽറ്റ പ്രദേശം ഈ ഏഷ്യയിലെ ഏറ്റവും വലിയ ലാർജസ്റ്റ് ഡെൽറ്റ എന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ഭയങ്കര ഫെർട്ടൈൽ ലാൻഡാണ്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഇക്കോ ഫ്രണ്ട്ലി ഫാമിങ് ആണ് ഇവരുടെ ഈ വില്ലേജിലുള്ളവർ, അത് ഈ ഐലൻഡിലുള്ളവർ ചെയ്യുന്നത്. അപ്പോൾ അതിന് പറ്റിയ സോയിലാണ്, ബിക്കോസ് ഈ ഡെൽറ്റ ഇത്രയും ഫെർട്ടൈൽ ആയതുകൊണ്ട്. ഫ്രണ്ട്സ്, ഇത് സ്നേക്ക് വൈനാണ് കേട്ടോ. കോബ്രയാണെന്ന് അവർ പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് കോബ്ര ഇട്ടിട്ട് വൈൻ ഉണ്ടാക്കാൻ ടേസ്റ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് കൊടുക്കുന്നുണ്ട്. ഈ ചൈന പോലെ തന്നെ ഈ വിയറ്റ്നാമിൽ ഇവർ സ്നേക്കിനെ കഴിക്കും. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട പ്രോഡക്ട്സ് ഇവർ ഉണ്ടാക്കുന്നുണ്ട്. ഇത് സ്നേക്ക് വൈനാണ് കേട്ടോ. Can you please take one for video? Okay, wait a minute. I will try first. Okay. What? ഇതിലെ പാമ്പുകളാണ്.
അപ്പോൾ അവരിതുപോലെ വൈനൊക്കെ ഉണ്ടാക്കാനായിട്ട് പിടിച്ചിട്ടിരിക്കുന്നതാണ്. തേനീച്ച കേട്ടോ, തേനീച്ചകൾ. ഇത് ഫിഷസിനെ വളർത്തുക കേട്ടോ. ഇതാണ് ഈ വാട്ടർ കോക്കനട്ട് കേട്ടോ. ഈ ആക്ച്വലി ഇത് കോക്കനട്ട് ട്രീ അല്ല, ഈ പനനൊങ്ക് പോലത്തെ ഒരു സാധനമാണത്. അപ്പോൾ അത് വെള്ളത്തിലാണ് നടുന്നത്. ഈ കനാലിൻ്റെ സൈഡിലൊക്കെ നട്ടിട്ടുണ്ട്. ഫിഷ്, ഇത് ഏത് ഫിഷ്? അതുവേണ്ടാവില്ല. നമ്മളെ ഫ്രഞ്ചുകാരുണ്ടാക്കിയ പോസ്റ്റ് ഓഫീസാണ് കേട്ടോ. അവർ ഫ്രാൻസിൽ നിന്ന് കൊണ്ടുവന്നത്, അതായത് ബ്രിക്സൊക്കെ ഫ്രാൻസിൽ നിന്ന് കൊണ്ടുവന്നാണ് ഉണ്ടാക്കിയതെന്നാണ് പറയുന്നത്. ഇതിലിപ്പോഴും പോസ്റ്റ് ഓഫീസ് വർക്ക് ചെയ്യുന്നുണ്ട്. ഒരു ഫ്രഞ്ചുകാരുണ്ടാക്കിയ ഒരു കത്തീഡ്രലാണ്. അപ്പോൾ അതും ഈ ബ്രിക്സ് അവർ ഫ്രാൻസിൽ നിന്ന് കൊണ്ടുവന്നാൽ ഉണ്ടാക്കിയെന്നാണ് പറയുന്നത്. അതിപ്പോൾ കുറച്ച് റീസ്റ്റോർ ചെയ്യുന്നുണ്ട്. ഈ മോണുമെൻ്റ് ആണല്ലോ അവരുടെ ഓർമ്മകൾക്കുള്ള. അപ്പോൾ അത് ഇപ്പം കുറച്ചുകൂടി അത് പോയിട്ട് അത് കുറച്ചുകൂടി അത് എന്താ റീബിൽഡ് ചെയ്യുന്നുണ്ട്. ചില സ്ഥലങ്ങളൊക്കെ നശിച്ചു പോകുന്നു. വെച്ചാൽ ഈ വിയറ്റ്നാമിലെ 1/3 വിഭാഗം ആൾക്കാർ അവർ ജോലി ചെയ്യുന്നത് ടൂറിസം വിഭാഗത്തിലാണ് ജോലി ചെയ്യുന്നത്. മറ്റൊരു വിഭാഗം ആൾക്കാർ ഫാർമേഴ്സാണ്. പിന്നെ മറ്റൊരു വിഭാഗം ആൾക്കാർ അവർ ഗവൺമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട ജോലികളാണ് എക്സിക്യൂട്ടീവ് വർക്ക്സ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർ ഹാർഡ് വർക്കിംഗ് ആയതുകൊണ്ട് ഇവർ പുറം രാജ്യങ്ങളിൽ അധികം പോകുന്നില്ല. പിന്നെ കമ്മ്യൂണിസ്റ്റ് ഭരണം മാത്രമേ ഇവിടെ ഉള്ളൂ. വേറെ ഓപ്പോസിഷൻ പാർട്ടികളൊന്നും ഇവിടെ ഇല്ല. ഇനി ഇവരെ മതങ്ങൾ എന്ന് പറഞ്ഞാൽ ഇവർ പ്രകൃതി ശക്തികളെയാണ് കൂടുതൽ ആരാധിക്കുന്നത്. കുറച്ച് ബുദ്ധിസം ഉണ്ട്. ഈ ബോർഡർ കൺട്രീസിൽ നിന്നൊക്കെ വന്ന ബുദ്ധിസം ഉണ്ട്. പിന്നെ ഇവരെക്കുറിച്ച് പറയാനാണെങ്കിൽ ഇവർ ടാവോയിസം, ചൈനയിൽ നിന്ന് വന്ന കൺഫ്യൂഷ്യനിസം ഇവരൊക്കെ വിശ്വസിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവർ കൂടുതൽ നിരീശ്വരവാദികളാണ്. പിന്നെ ഇവിടെ ചില ഭാഗങ്ങളിൽ കുറച്ച് ഹിന്ദുസ് അത് മൈഗ്രേറ്റ് ചെയ്ത് വന്നാണ്. ചെറിയ ഹിന്ദു ടെമ്പിൾസ് ഉണ്ട്, വളരെ കുറവാണ് വളരെ. അതുപോലെ തന്നെ മുസ്ലിം പള്ളികൾ വളരെ കുറവാണ്. മുസ്ലിംസ് ഉണ്ട്, കുറച്ചാണ്, വളരെ കുറവെന്ന് തന്നെ പറയാം. ഇത് ഹോച്ചിമിൻ സിറ്റിയിലെ, അതായത് സെയ്ഗണിലെ ഒരു ലോക്കൽ മാർക്കറ്റാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നോക്കിയാൽ അറിയാം, ഇവിടെ ലേഡീസൊക്കെ മിക്കവാറും ലേഡീസാണ്. അപ്പോൾ അവർ എംപ്ലോയിഡാണ്. അതുകൊണ്ട് അവർക്ക് തന്നെ ആരും തന്നെ വെറുതെ ഇരിക്കുന്നില്ല. അവർ ഹാർഡ് വർക്കിംഗ് ആണ്. അപ്പോൾ ഇവിടെ ബാർഗൈനിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ വിയറ്റ്നാമികൾ അവർ ഒരു ചെറിയ കണ്ണ് ഇവരുടെ മംഗോളിയൻ ലുക്കാണെങ്കിൽ ഇവർ ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. അതെന്താണെന്ന് വെച്ചാൽ ഇവരുടെ സ്കിൻ ഭയങ്കര നല്ലതാണ് കേട്ടോ. ഇവരുടെ സ്കിൻ ഭയങ്കര ഫെയറാണ്. പിന്നെ ഇവരുടെ ഹെയർ നല്ലതാണ്. അപ്പോൾ അത് പിന്നെ ഇവർ ഭയങ്കര സ്ലിമ്മാണ്. അതുകൊണ്ടാണ് ഇവർ ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ട്. ഇവിടുത്തെ ഒപ്പറ ഹൗസ് എന്ന് പറയും കേട്ടോ. ഡ്രാമാസൊക്കെ അങ്ങനെ ഷോസൊക്കെ കാണിക്കുന്ന സ്ഥലമാണ്. നമ്മൾ ഒരു 8 ദിവസത്തെ ഒരു ടൂറായിരുന്നു വിയറ്റ്നാമിൽ. അത് ഇന്ന് കഴിയുകയാണ്. അപ്പോൾ ഇന്ന് വൈകുന്നേരം നമ്മൾ കംബോഡിയയ്ക്ക് പോകാനായിട്ട് ഫ്ലൈറ്റ് കയറുകയാണ്. വിയറ്റ്നാമിൽ ഏകദേശം 57 പ്രൊവിൻസ്, അതായത് നമ്മൾ സ്റ്റേറ്റ് എന്ന് പറയുന്നതിന് ഒരു പ്രൊവിൻസ് എന്നാണ് പറയുക. 57 പ്രൊവിൻസും 6 കേന്ദ്രഭരണ പ്രദേശമുണ്ട്. അങ്ങനെ 63 എണ്ണമുണ്ട്. അപ്പോൾ അതിൽ നമുക്കിതെല്ലാം എക്സ്പ്ലോർ ചെയ്യണമെങ്കിൽ ഇന്ത്യ വന്നാൽ ഒരാൾക്ക് എത്ര നാൾ വേണം അതുപോലെ. പക്ഷെ നമുക്ക് ഏറ്റവും പ്രധാനമായ ഇവരുടെ ഹിസ്റ്ററി, ഇവരുടെ ചരിത്രം അറിയാൻ പറ്റുന്ന എല്ലാ സ്ഥലങ്ങളും നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും.